ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ തൊണ്ടയൊക്കെ ഒരു അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ഇന്ന് നാട്ടിലൊക്കെ അവധിയാണല്ലോ അല്ലേ? ഇന്നിവിടെ നമുക്കും ബാങ്ക് ഹോളിഡേ ആണ്. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഒന്നും അല്ല കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ മാസത്തിലെ അവസാനമല്ലേ, അപ്പം ഇടയ്ക്കിടയ്ക്ക് ഓരോ ബാങ്ക് ഹോളിഡേയ്സ് ഉണ്ട്. ഗുഡ് മോർണിംഗ്. നല്ലൊരു മസാല ടീയിൽ തന്നെ ഇന്നത്തെ ദിവസം തുടങ്ങാം. അപ്പോൾ എല്ലാവരും നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചൊക്കെ കാണുമല്ലോ അല്ലേ? നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറായിട്ടില്ല. ഒരു ചായയിൽ അങ്ങോട്ട് തുടങ്ങാം. പിന്നെ ഇഡ്ഡലി വെക്കണം. ഇഡ്ഡലിയും ഇഡ്ഡലിപ്പൊടിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? ഓണമൊക്കെ ഇങ്ങടുത്ത് വരുമല്ലേ? എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തോ? ഓണക്കോടി എടുത്തോ? ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? എല്ലാവരോടും ചോദിക്കുമ്പോൾ പറയും, എന്നാ ഓണം, എന്നാ ഓണം. പക്ഷേ ഓണം ആവട്ടെ. അപ്പോൾ പിന്നെ എന്താണ് വേറെ വിശേഷങ്ങൾ? നല്ല ചായയാണ് കേട്ടോ. നല്ല ചായ, നല്ല ഏലക്കയും ഇഞ്ചിയാണ് ഇന്നത്തെ മസാല ടീയിലിട്ടിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് എൻ്റെ ദിവസം തുടങ്ങുകയാണ്. അപ്പോൾ പിന്നെന്താണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? നാട്ടിലൊക്കെ ഇപ്പോൾ എന്താണ്, മഴയുണ്ടോ? അത് ഓണത്തിനൊക്കെ ചിലപ്പോൾ മഴയായിരിക്കും അല്ലേ? അപ്പോൾ ഇന്ന് രാവിലെ ഇഡ്ഡലിയാണ്. നമുക്ക് ഇഡ്ഡലി അങ്ങോട്ട് അടുപ്പത്തോട്ട് വയ്ക്കാം. എന്നിട്ട് പിന്നെ ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പോൾ ഇഡ്ഡലി നമ്മൾ അടുപ്പിലോട്ട് വെച്ച്, അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ദിവസമായി ഒരു പൈനാപ്പിളിൻ്റെ ഒരു ഇത് കണ്ടോ, ഒരു ടിന്നിനകത്ത് പൈനാപ്പിളെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്രഷ് മേടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് കടയിൽ പോയി. മിക്കവാറും പഴുത്തത് കിട്ടത്തില്ല, അവിടെ ഇങ്ങനെ പച്ചയായിരിക്കും ഇരിക്കുന്നത്. പിന്നെ അത് കൊണ്ടുവന്ന് 2-3 ദിവസമൊക്കെ എടുക്കുമല്ലോ അത് ഒന്ന് പഴുത്ത് വരാനായിട്ട്. പഴുത്തില്ലെങ്കിൽ അതൊരു, അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഈ ടിന്നിനകത്തുള്ളത് കിട്ടി. അതിങ്ങനെ ഒരു സിറപ്പിനകത്ത് ഒരു വെള്ളത്തിനകത്തൊക്കെ ഇട്ടിരിക്കുന്നു. അപ്പോൾ കൈ പൊള്ളിപ്പോയി അടുപ്പ്. അപ്പം ഞാൻ വിചാരിച്ച് നമുക്ക് ഇന്നൊരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാമെന്ന്. പച്ചടിയെന്നോ കിച്ചടിയെന്നോ എന്താണോ പറയുന്നത്, പലരും എല്ലാം ഒരേ ഇത് തന്നെ, പക്ഷേ പലരും പലതാണ് പറയുന്നത്. അതൊന്ന് പൊട്ടി ഒന്ന് എടുക്കട്ടെ. അയ്യോ, ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ, എന്നിട്ട് കാണിക്കാം. ഉണ്ടതാ പൈനാപ്പിൾ സ്ലൈസ് ചെയ്ത് ടിന്നിനകത്താക്കി. അപ്പം അത് അത്രയ്ക്ക് നല്ലതാണോ എന്ന് എനിക്കറിയില്ല, ഫ്രഷിൻ്റെ അത്രയും വരുമോ എന്നും എനിക്കറിയില്ല, പക്ഷേ നല്ല മധുരം കാണുമായിരിക്കും. അപ്പം എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഈ പൈനാപ്പിളിൻ്റെ ഈ സ്ലൈസസ് ഉണ്ടല്ലോ, അതിങ്ങനെ ഒന്ന് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത്, അപ്പോൾ പൈനാപ്പിൾ പച്ചടിയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ? ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. ഈ പഞ്ചസാര ഈ സിറപ്പ് തന്നെ നമുക്കെടുക്കാം, അല്ലാതെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുമല്ലോ അതിനകത്ത്. പഞ്ചസാരയോ ശർക്കരയോ അങ്ങനെ എന്തെങ്കിലും കൂടി ചേർക്കും. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതാ പൈനാപ്പിൾ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക്
ഈ സിറപ്പും കൂടെ ഒഴിച്ച് ഞാൻ അങ്ങോട്ട് വെക്കുകയാണേ. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം, പൈനാപ്പിളിന് കുറച്ച് വേവുണ്ടല്ലോ. അപ്പോൾ അതും കൂടെ ഞാൻ അങ്ങോട്ട് ഒഴിച്ചിട്ട് വെക്കാം. വെള്ളം കൂടെ ഒഴിച്ച് വെച്ചിട്ട് അതൊന്ന് വേവട്ടെ. കുറച്ച് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതോട്ടിരുന്ന് വേവട്ടെ. അപ്പോഴേക്കും ഞാൻ ചായ കുടിക്കട്ടെ. ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ ഇച്ചിരി ഉപ്പും കൂടി ഇടാം. അപ്പോൾ അതൊന്ന് വേവട്ടെ. ഇതൊന്ന് വേറെ ഒന്നും ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല. പിന്നെ തേങ്ങ ഫ്രീസറിൽ നിന്ന് എടുത്ത് വയ്ക്കട്ടെ. തേങ്ങ ഡീഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകവും കൂടിയാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് കേട്ടോ. വേറെ ഒന്നും ചേർക്കുന്നില്ല. അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജീരകം, തേങ്ങ, അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഞാൻ തേങ്ങയും ജീരകവും കൂടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ചേർക്കാം. തേങ്ങയും ജീരകവും കൂടെ അരച്ച് വെച്ചതാണേ. അപ്പോൾ അരപ്പൊക്കെ ചേർത്ത് ഇനി നമുക്ക് തൈര് ഒഴിക്കാം. തൈരും കൂടി ഇച്ചിരി ഒഴിക്കും. പുളി അപ്പോൾ ഓണമൊക്കെ വരുമല്ലേ, എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. ഓണത്തിന് ഇതൊരു കറി ആയിക്കോട്ടെ. തൊടുകറി, പൈനാപ്പിൾ പച്ചടിയെ. അപ്പോൾ തൈരൊഴിച്ചു. ഇനി നമുക്ക് എന്താണെന്നറിയാമോ, ഞാൻ കടുക് താളിച്ചൊന്നും ഇടുന്നില്ല. ഇതാ കുറച്ച് പച്ചമുളകും പച്ചക്കടുകും കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതും കൂടി എന്നിട്ട് കൊടുക്കാം. പച്ചക്കടുകും പച്ചമുളകും ചതച്ചത് കേട്ടോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ടില്ലെങ്കിൽ ഇതൊന്ന് വെച്ച് നോക്കൂ. നല്ല സ്വാദുള്ള നല്ലൊരു പൈനാപ്പിൾ പച്ചടിയാണ്. പൈനാപ്പിൾ പച്ചടിയെന്നോ കിച്ചടിയെന്നോ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഉള്ളവരെ പറഞ്ഞോ കേട്ടോ. അപ്പോൾ ഈ പച്ചമുളകും പച്ചക്കടുകും കൂടെ ചതച്ചിടുക ലാസ്റ്റ്. കടുകൊന്നും താളിക്കുന്നില്ല ഞാൻ. അപ്പോൾ നോക്കട്ടെ, ഉപ്പ് നോക്കട്ടെ. കടുക് നിങ്ങൾക്ക് വേണമെങ്കിൽ താളിച്ചിടാൻ കേട്ടോ. ഞാൻ അതിനെ പച്ചക്കടുക് ചതച്ചിട്ട. സൂപ്പർ. എരിവുണ്ട്, പുളിയുണ്ട്, മധുരമുണ്ട്, ഉപ്പുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പച്ചക്കടുകിൻ്റെയും പച്ചമുളകിൻ്റെയും ഭയങ്കര ഒരു സ്വാദാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഇതൊന്ന് വെച്ച് നോക്കൂ. സൂപ്പറാണ്. നമുക്ക് ഓണത്തിനും സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയൊരു കറിയാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതാണ് നമ്മളുടെ പൈനാപ്പിൾ പച്ചടി. കണ്ടോ, നല്ല സ്വാദാണ്. നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഇതൊന്ന് വെച്ച് നോക്കണം കേട്ടോ. ഓണത്തിന് തീർച്ചയായിട്ടും ഇത് വെക്കാൻ നോക്കണം. നല്ലൊരു കറിയാണ്. ഓക്കെ, താങ്ക് യു.